Do you know what is oncology? Oncology is the study of cancer. You know what is oncologist? Oncologist is a doctor who treat cancer. So, when we discuss the term oncologist and oncology, we come to know a common term, that is cancer. Today we are going to discuss about cancer. What is cancer? Cancer is unregulated cell division. അനിയന്ത്രിതമായ സെൽ ഡിവിഷനെയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയപ്പെടുന്നത്. ഇവിടെ ഒരു നോർമൽ സെല്ലിൻ്റെ ഡിവിഷനാണ് നമ്മൾ കാണിക്കുന്നത്. സാധാരണ നമ്മുടെ ബോഡി സെൽ ഡിവൈഡ് ചെയ്യുന്നത് മൈറ്റോസിസ് എന്ന സെൽ ഡിവിഷനിലൂടെയാണ്. ഒരു സെൽ ഡിവൈഡ് ചെയ്ത് 2 സെല്ലാകാനായിട്ട് 24 മണിക്കൂർ എടുക്കും. ഒരു ഹ്യൂമൻ സെൽ ഡിവൈഡ് ചെയ്ത് 2 സെല്ലായി മാറാനായിട്ട് 24 മണിക്കൂറാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ക്യാൻസർ സെല്ലുകളുടെ ഡിവിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ മുമ്പ് കണ്ടതിനേക്കാളും വളരെ വേഗത്തിലാണ് ക്യാൻസർ സെല്ലുകൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒരു നോർമൽ സെൽ ഡിവൈഡ് ചെയ്യുന്നതിനേക്കാളും ക്യാൻസർ സെൽ വളരെ വേഗത്തിൽ ഡിവൈഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ക്യാൻസർ ഈസ് എ അൺറെഗുലേറ്റഡ് സെൽ ഡിവിഷൻ ഓർ അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ. ഇനി നമുക്ക് നോർമൽ സെല്ലിൻ്റെയും ക്യാൻസർ സെല്ലിൻ്റെയും ഗ്രോത്ത് റേറ്റിൻ്റെ ഒരു കമ്പാരിസൺ നോക്കാം. നോർമൽ സെൽ ഡിവൈഡ് ചെയ്യുന്നതിനേക്കാളും ലെഫ്റ്റ് സൈഡ് കാണിച്ചിരിക്കുന്ന നോർമൽ സെല്ലാണ്, റൈറ്റ് സൈഡ് കാണിച്ചിരുന്നത് ക്യാൻസർ സെല്ലാണ്. നോർമൽ സെൽ ഡിവൈഡ് ചെയ്യുന്നതിനേക്കാളും വളരെ വേഗത്തിൽ ക്യാൻസർ സെൽ ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. Cancer is an uncontrolled growth of cells. How the cells lose its controlled growth? It is due to some change in gene. How does the gene change? It may be due to some radiation, some chemical factors, smoking characters. All these leads to change in the gene. അപ്പോൾ നോർമൽ സെൽ മൈറ്റോട്ടിക് ഡിവിഷൻ വഴി ഡിവൈഡ് ചെയ്യും. 10th നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു സെൽ ഡിവൈഡ് ചെയ്ത് 2 ആവും, 2 സെൽ ഡിവൈഡ് ചെയ്ത് 4 ആവും. ഇതാണ് നമ്മുടെ ബോഡി ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. ആ സെൽ ഡിവിഷൻ നമ്മൾ മൈറ്റോസിസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നോർമലി സെൽ ഡിവിഷൻ അണ്ടർ ദ കൺട്രോൾ ഒരു ജനറ്റിക് കൺട്രോളിലാണ്. പക്ഷേ ചില സമയത്ത് ഈ ജനറ്റിക് കൺട്രോൾ നഷ്ടപ്പെടുകയും സെൽ അബ്നോർമലായിട്ട് ഡിവൈഡ് ചെയ്യുകയും ഗ്രോത്ത് ഉണ്ടാകുകയും അത് ട്യൂമറായി മാറുകയും അത്തരം സെൽസുകൾ ക്യാൻസറായി മാറുകയും ജീനിലുണ്ടാകുന്ന ചേഞ്ച് കൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നതുകൊണ്ട് വി ക്യാൻ കൺസിഡർ ക്യാൻസർ ആസ് എ ജനറ്റിക് ഡിസീസ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഹെറിഡിറ്ററി. ഇത് പാരമ്പര്യമായി കൈമാറില്ല. ജനിതക ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റം ക്യാൻസറിന് കാരണമായി മാറാം. അതുകൊണ്ട് അതിനെ നമുക്ക് ജനറ്റിക് ഡിസീസ് എന്ന് വിളിക്കാം. പക്ഷേ ഒരിക്കലും ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലോട്ട് ഇത് കൈമാറില്ല. ഹെറിഡിറ്ററി ഡിസീസ് അല്ല. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ ജനറ്റിക് ചേഞ്ചിന് കാരണമാകുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പൊല്യൂഷൻസ്. മറ്റൊന്ന്, നമ്മൾ കഴിക്കുന്ന ഫുഡിലെ പെസ്റ്റിസൈഡ്സ്. ദെൻ നമ്മുടെ ലൈഫ് സ്റ്റൈൽ. പിന്നെ റേഡിയേഷൻ, UV റേഡിയേഷനുള്ള ഹാംഫുൾ റേഡിയേഷൻ പോലും ഈ ജീനിന് മ്യൂട്ടേഷൻ ഉണ്ടാക്കാം. എക്സ്റേസ് പോലെയുള്ള റേഡിയേഷൻസ്, ഇതൊക്കെ നമ്മുടെ ജനിതഘടനയിൽ മാറ്റം വരുത്തുന്നുണ്ട്. കൂടാതെ സ്മോക്കിംഗ് ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചു ലങ് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ സ്മോക്കിംഗ് ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ക്യാൻസർ ഉണ്ടാക്കുന്ന വൈറസുകളുണ്ട്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഓങ്കോ വൈറസ്. നമ്മുടെ ബോഡിയിൽ തന്നെ ക്യാൻസറസ് ജീനുകളുണ്ട്. അതിന് നമ്മൾ ഓങ്കോ ജീൻസ് എന്ന് പറയും. ഈ ഓങ്കോ ജീൻസ് സൈലന്റ് ആയിരിക്കും. അവൻ ആക്ടിവേറ്റഡ് ആവുമ്പോഴാണ് എന്തുന്നത്, സെൽ അൺകൺട്രോൾഡ് ആയിട്ട് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ക്യാൻസറിന് കാരണമായ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ്, റേഡിയേഷൻ, വൈറസ്, ലൈഫ് സ്റ്റൈൽ, സ്മോക്കിംഗ്, ഈവൻ ആൽക്കഹോളിസം. ഇതെല്ലാം നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുന്നതിന് കാരണമായിട്ട് മാറാം. ഡയഗ്നോസിസ് ഓഫ് ക്യാൻസർ. ക്യാൻസർ എങ്ങനെ കണ്ടെത്താം? ഒന്ന്, എക്സ്റേ വഴി നമുക്ക് ക്യാൻസർ കണ്ടെത്താം. 2, MRI സ്കാനിങ് വഴി നമുക്ക് ക്യാൻസർ കണ്ടെത്താം.
ബയോപ്സി ടെസ്റ്റ് വഴി നമുക്ക് ക്യാൻസർ കണ്ടെത്താം. ബയോപ്സി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ക്യാൻസർ സസ്പെക്ട് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് ടിഷ്യൂ കളക്ട് ചെയ്ത് കെമിക്കൽ അനാലിസിസ് വഴി നമുക്ക് നമ്മുടെ സെൽസുകൾ ക്യാൻസർ സെൽസ് ആണോ അല്ലയോ എന്ന് കണ്ടെത്താനായിട്ട് പറ്റും. ഇതിനെ ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡി എന്ന് നമ്മൾ പറയും. ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ. ക്യാൻസറിന്റെ വിവിധ ചികിത്സാ രീതികൾ. ഒന്ന്, സർജറി, ശസ്ത്രക്രിയ വഴി ആ ട്യൂമർ കട്ട് ചെയ്ത് കളയുക. രണ്ട്, കീമോതെറാപ്പി. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് ഉപയോഗിച്ച് ക്യാൻസർ സെൽസുകളെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. തേർഡ് വൺ ഈസ് റേഡിയേഷൻ തെറാപ്പി. ഹൈ റേഡിയേഷൻസ് ഉപയോഗിച്ച് ക്യാൻസർ സെൽസുകളെ കില്ല് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് റേഡിയേഷൻ തെറാപ്പി. ഫോർത്ത് വൺ, ഇമ്മ്യൂണോ തെറാപ്പി. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇമ്മ്യൂണോ തെറാപ്പി. അപ്പം നമുക്ക് സർജറി വഴി, റേഡിയേഷൻ വഴി, കീമോതെറാപ്പി വഴി, ഇമ്മ്യൂണോ തെറാപ്പി വഴി നമുക്ക് ക്യാൻസേഴ്സ് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമുക്ക് ട്രീറ്റ് ചെയ്യണമെങ്കിൽ, ട്രീറ്റ്മെന്റ് പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ ക്യാൻസർ നമ്മൾ ഏർലി സ്റ്റേജിൽ ഡയഗ്നോസിസ് ചെയ്യേണ്ടത് ഉണ്ട്. ക്യാൻസറിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ ക്യാൻസർ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ക്യാൻസർ ട്രീറ്റ്മെന്റ് പൂർണ്ണമായി നടത്താനായിട്ട് പറ്റത്തുള്ളൂ. ഒരു ലാസ്റ്റ് സ്റ്റേജിലൊക്കെ കൊണ്ടുവന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ലവ് ആൻഡ് കെയർ കൊടുത്ത് അവരുടെ അവസാനം വരെ അവരെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ഡിസീസ്. ഇനി ഈ ഡിസീസ്, ക്യാൻസർ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ചില ടൈപ്പ് ക്യാൻസർ അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഈ അൺകൺട്രോൾഡ് ആയിട്ട് ഉണ്ടാകുന്ന ക്യാൻസർ സെൽസ് നമ്മുടെ ബ്ലഡിലോ ലിംഫിലോ അല്ലെ നമ്മുടെ ബോഡി ഫ്ലൂയിഡായ ബ്ലഡിലോ ലിംഫിലോ കടന്നുകൂടുകയും ഇതിലൂടെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നോർമൽ സെൽസുകളെ ക്യാൻസർ സെൽസ് ആക്കി ഇത് മാറ്റും. നമുക്കൊരു വീഡിയോ നോക്കാം. Spread of tumors to distant locations is of great importance in cancer. About 90% of the deaths due to cancer involve tumors that have spread around the body. The movement of tumor cells to other parts of the body is known as metastasis. Metastasis is a complex process during which cancer cells break off of the original or primary tumor and move through the body to form tumors at new locations. To begin the process, individual cells must break away from the tumor and invade nearby vessels. The cells crawl along the surface of other cells and the fibrous, stringy structure surrounding them and then force their way in. Shown here is the invasion of the blood supply. Once inside a blood vessel, the cancer cells may perish from a variety of causes. Some cells die simply because they are unable to survive floating around in the bloodstream. Others may become damaged and die when they squeeze through tight spaces or bump into the walls of the blood vessels. Still, other migrating cells may be recognized and destroyed by cells of the immune system. How and where the migrating cells stop is different for different cancer types. Once the tumor cells are no longer moving, they can begin the process of forming a new tumor by leaving the blood vessel and beginning to reproduce in the new location. This does not always occur, and cells that have made it this far may still die or fail to divide. If the new environment is suitable, the newly arrived cell will begin to grow and a new tumor will develop. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള RCC റീജിയണൽ ക്യാൻസർ സെന്റർ ഒരുപാട് പേഷ്യൻസിനെ അവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ക്യാൻസർ ട്രീറ്റ്മെന്റ് ഒരുപാട് റിസർച്ചുകളും അവിടെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ RCCയുടെ സ്റ്റഡീസ് പ്രകാരം ഇന്ന് കേരളത്തിൽ ഓരോ വർഷവും 50,000-ഓളം ക്യാൻസർ പേഷ്യൻസ് ഉണ്ടാകുന്നുണ്ട്. ഇതിൽ 20% ഫുഡിലെ ചില കെമിക്കൽ കമ്പോണൻസ് ഉണ്ട്. നമ്മളിന്ന് ധാരാളം പെസ്റ്റിസൈഡ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇത് കാരണം ക്യാൻസർ പേഷ്യൻ്റ് അളവ് വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. ഇനി ഈ 50,000 പേഷ്യൻസ് ഓരോ വർഷവും ഉണ്ടാകുമ്പോൾ അതിൽ 50% ആണുങ്ങൾക്കാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. ആ ആണുങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാകുന്നതിൽ പ്രധാനമായിട്ടും മൗത്ത് ക്യാൻസർ, ത്രോട്ട് ക്യാൻസറുകളാണ് ഉണ്ടാകുന്നത്.
അതിന് കാരണം എന്താണ്? സ്മോക്കിംഗ്, ആൽക്കഹോളിസം. അതാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ നേരത്തെ സൂചിപ്പിച്ചത്. ചില ലൈഫ് സ്റ്റൈൽ കൊണ്ടും നമുക്ക് ക്യാൻസർ വന്നു. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായും ആൽക്കഹോളിസും സ്മോക്കിങ്ങും അവോയ്ഡ് ചെയ്യണം. അത് ക്യാൻസർ വിമുക്ത കേരളം നമുക്ക് സ്വപ്നം കാണേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഡയറ്റ് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം, ഡ്രഗ് അബ്യൂസ് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ക്യാൻസറിൽ നിന്നും നമുക്ക് രക്ഷപ്പെട്ട് നിൽക്കാനായിട്ട് പറ്റും. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അല്ലേ? നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റണം, നമ്മുടെ ഫുഡ് ഹാബിറ്റ് മാറ്റണം, നമുക്ക് എക്സസൈസ് ഉണ്ടാകണം, അതുപോലെ തന്നെ ആൽക്കഹോളിസം അവോയ്ഡ് ചെയ്യണം, സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യണം. തുടങ്ങിയവയിൽ നിന്നെല്ലാം നാം വിമുക്തി നേടിയാൽ ഒരു പരിധിവരെ ക്യാൻസർ എന്ന അസുഖത്തെ നമുക്ക് ചെറുക്കാനായിട്ട് സാധിക്കും. കേരള ക്യാൻ, തുടരാം പോരാട്ടം. കേരള ക്യാൻ, നമുക്ക് സാധിക്കും ക്യാൻസറിനെ തോൽപ്പിക്കാൻ. ഒരു ക്യാൻസർ വിമുക്ത കേരളത്തെ സ്വപ്നം കൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. Hi dear students, in the last class we studied genetic disease, example hemophilia and sickle cell anemia. Genetic disease comes under the category non-pathogenic disease. Okay. Today we are going to discuss lifestyle disease. It is also an example for non-pathogenic diseases. So let's discuss various type of lifestyle diseases. Okay, the first one is diabetes. Diabetes is one of the lifestyle disease. It is caused due to the deficiency of insulin or its manufacturing. അപ്പോൾ നമ്മൾ പഞ്ചസാര അസുഖം, ഷുഗർ അസുഖം, അല്ലെ? ഷുഗർ എന്നൊക്കെ പറയുന്ന ഡിസീസിനെയാണ് നമ്മൾ പറയുന്നത് ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഡയബറ്റിസ് ഉണ്ടാകുന്നതിന് കാരണം ഇൻസുലിൻ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇൻസുലിന്റെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ടോ ആണ്. അപ്പോൾ ഷുഗർ പേഷ്യൻറ്റ്, അല്ലെ, ഒരു ഡയബറ്റിക് പേഷ്യൻസിന് അദ്ദേഹത്തിൻ്റെ പാങ്ക്രിയാറ്റിക് ഗ്ലാൻഡിൽ നിന്ന് പ്രോപ്പറായി ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ പാങ്ക്രിയാറ്റിക് ഗ്ലാൻഡിൽ നിന്ന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഫങ്ഷൻ ചെയ്യുന്നില്ലായിരിക്കാം, അല്ലെ? നോർമലി നമ്മുടെ ബ്ലഡിനകത്ത് ഗ്ലൂക്കോസ് ഉണ്ട്. ഈ ഗ്ലൂക്കോസ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡസ്റ്റൈനിൽ നിന്ന് ഇത് ബ്ലഡ് അബ്സോർബ് ചെയ്യും. അപ്പൊ ബ്ലഡിനകത്താണ് നമ്മൾ കഴിച്ച ഫുഡിന്റെ ന്യൂട്രിയൻസ് എല്ലാം ഉള്ളത്, അല്ലെ? ഇപ്പൊ സ്റ്റാർച്ചിൽ നിന്ന് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്ത് അത് ബ്ലഡിനകത്തുണ്ടാകും. ഈ ഗ്ലൂക്കോസ് നേരിട്ട് ചെല്ലേണ്ടത് എവിടെയാണ്? ഓഫ്കോഴ്സ് സെല്ലിനകത്തേക്കാണ്. നമ്മുടെ ബോഡിയിലെ സെൽസിനകത്ത് ആരാണ് കൊണ്ടെത്തിക്കുന്നത്? ബ്ലഡ് ആണ് കൊണ്ടെത്തിക്കുന്നത്. ബ്ലഡ് സെൽസിൽ ഗ്ലൂക്കോസ് കൊണ്ടെത്തിക്കണമെങ്കിൽ ബ്ലഡ് കൊണ്ടുവരുന്ന ഗ്ലൂക്കോസ് സെല്ലിലെ പ്ലാസ്മ മെംബ്രെയിൻ വഴി അകത്തേക്ക് കടക്കേണ്ടതുണ്ട്, അല്ലെ? അപ്പൊ പ്ലാസ്മ മെംബ്രെയിൻ ഗ്ലൂക്കോസിന് പെർമിയബിൾ ആകണം, അതായത് ഗ്ലൂക്കോസിനെ കടത്തിവിടണം. അങ്ങനെ കടത്തിവിടണമെങ്കിൽ പാങ്ക്രിയാറ്റിക് ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇൻസുലിൻ എന്ന ഹോർമോൺ ആവശ്യമാണ്. പാങ്ക്രിയാറ്റിക് ഗ്ലാൻഡിൽ നിന്ന് ഇൻസുലിൻ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്താൽ ഈ ഇൻസുലിൻ പ്ലാസ്മ മെംബ്രെയിൻ, സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിനിൽ ചെന്ന് ആക്ട് ചെയ്യുന്നതിന്റെ ഫലമായി സെല്ല് ബ്ലഡിലെ ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യും? സെല്ലിനകത്തേക്ക് കടത്തിവിടുകയും അത് മെറ്റബോളിസം വഴി നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇനി ഒരു ആളുടെ ബോഡിയിൽ ആവശ്യത്തിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? The glucose in the blood will not enter into the cell. So the glucose level in the blood increases. അപ്പോൾ പെർമനന്റ് ആയിട്ട് ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഡയബറ്റിസ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ. ഇനി ഇൻസുലിൻ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻസുലിൻ പ്ലാസ്മ മെംബ്രെയിനിൽ വന്ന് പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ തന്നെ പ്ലാസ്മ മെംബ്രെയിൻ ആക്ട് ചെയ്താൽ തന്നെ ഗ്ലൂക്കോസ് കടത്തി വിടാനായിട്ട് പറ്റുന്നില്ല. അതാണ് മാൽ ഫങ്ഷനിങ് ഓഫ് ഇൻസുലിൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ രണ്ട് റീസൺ കൊണ്ട് നമുക്ക് ഡയബറ്റിസ് എന്ന അസുഖം ഉണ്ടാകും. ഡയബറ്റിസ് എന്ന അസുഖം നമുക്ക് ഡയറ്റിംഗ് വഴി ആദ്യത്തെ ഘട്ടത്തിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അത് സിവിയർ ആയി കഴിഞ്ഞാൽ ഇൻസുലിൻ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഇഞ്ചക്ട് ചെയ്താണ് ഡയബറ്റിസ് എന്ന അസുഖത്തിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ. ഒരു ഡയബറ്റിക് പേഷ്യന്റ് കാണപ്പെടുന്ന ചില ജനറൽ സിംറ്റംസ് ആണ് ഹങ്കർ, നല്ല വിശപ്പുണ്ടാവും, തേഴ്സ്റ്റ്, ഭയങ്കര ദാഹമുണ്ടാവും, ബോഡി വെയിറ്റ് ലോസ് ഉണ്ടാകുന്നുണ്ട്, പിന്നെ എന്താണ് ഫ്രീക്വന്റ് യൂറിനേഷൻ, യൂറിൻ വഴി ഒരുപാട് ഗ്ലൂക്കോസ് എന്ത് ചെയ്യും പുറന്തള്ളാനായിട്ട് ബോഡി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും. ഓക്കെ.
അപ്പോൾ നമുക്ക് മൗത്ത് വഴി ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? മൗത്ത് വഴി ചില ഡ്രഗ്സ് മെഡിസിൻസ് എടുക്കാം, അല്ലെങ്കിൽ എന്താണ് ഇഞ്ചക്ഷൻ, നേരത്തെ പറഞ്ഞ ഇൻസുലിൻ എന്ന ഇഞ്ചക്ഷൻ. ഇതേ ഉള്ളൂ ഇതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ടു നെക്സ്റ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ദാറ്റ് ഇസ് ഫാറ്റി ലിവർ. ഓക്കെ, മറ്റൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ഫാറ്റി ലിവർ. ഇതിന് കാരണം എന്താണ്? കോസസ് ഡിപ്പോസിഷൻ ഓഫ് എക്സസ് ഫാറ്റ് ഇൻ ദ ലിവറിൽ അധികമായി ഫാറ്റ് എന്ത് ചെയ്യാണ്? സ്റ്റോർ ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയപ്പെടുന്നത്. ഇതൊരു ഹെൽത്തി ലിവറിന്റെ പിക്ചറാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ഈ ഹെൽത്തി ലിവർ നോൺ ആൽക്കഹോളിക് കണ്ടീഷൻ കൊണ്ടും നമുക്ക് ഫാറ്റി ലിവർ എന്ന ഡിസീസ് ഉണ്ടാകാം. അതായത് നമ്മൾ അധികം ഒരുപാട് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ തന്നെ സ്റ്റാർച്ച് കൂടുതൽ അടങ്ങിയ ഭക്ഷണം ധാരാളമായി കഴിക്കുക. ഈ സ്റ്റാർച്ചിനെ നമുക്ക് ബോഡിക്കകത്ത് ഉണ്ടാകുന്ന ഗ്ലൂക്കോസിന് ഇവിടെ ഗ്ലൈക്കോജനായിട്ടും സ്റ്റോർ ചെയ്യും, ലിവറിനകത്ത് ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യും. ഇനി ഗ്ലൈക്കോജനായി സ്റ്റോർ ചെയ്യുന്നതിൽ നിന്നും അധികമായിട്ട് സ്റ്റാർച്ച് നമ്മുടെ ബോഡിക്കകത്ത് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ പിന്നെ അതിന് എന്തായിട്ടും ഫാറ്റ് ആയിട്ടും പ്രോട്ടീൻ ആയിട്ടും കൺവേർട്ട് ചെയ്യും. ആ ഫാറ്റുകൾ ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് ഫാറ്റി ലിവർ ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയപ്പെടുന്നത്. ഇനി ആൽക്കഹോൾ കൺസപ്ഷൻ കൊണ്ടും പ്രോപ്പർ ആയിട്ടുള്ള മെറ്റബോളിസം നടക്കാതെ വരുമ്പോൾ, പ്രോപ്പർ ആയിട്ടുള്ള ഡീടോക്സിഫിക്കേഷൻ നടക്കാതെ വരുമ്പോഴേക്കും ഫാറ്റി ലിവർ ഉണ്ടാകാം. ഈ ഫാറ്റി ലിവർ സിറോസിസ് എന്ന കണ്ടീഷനിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് റിവേഴ്സ് ആകാനായിട്ട് വരാം. സിറോസിസ് ആയി കഴിഞ്ഞാൽ ലിവർ ഡാമേജ് ആകും, പിന്നെ ആ ലിവർ നമുക്ക് യൂസ്ഫുൾ ആകാതെ വരികയും പിന്നെ എന്ത് ചെയ്യണം? ക്രമേണ സിവിയർ ആയി കഴിഞ്ഞാൽ ലിവർ മാറ്റിവെക്കേണ്ട കേസിലോട്ട് വരികയും ചെയ്യും. എന്നാൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ നമുക്ക് ഡയറ്റിംഗ് കൺട്രോൾ വഴി എന്ത് ചെയ്യും? വീണ്ടും നമുക്ക് ഹെൽത്തി ലിവറിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അത് റിവേഴ്സിബിൾ ആണ്. ഓക്കെ, ഇനി നോർമലി ഒരു ലിവറിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഫാറ്റ് എന്ന് പറയപ്പെടുന്നത് വളരെ കുറവാണ്, അല്ലെ? സ്മോൾ എമൗണ്ട് ഓഫ് ഫാറ്റ് ലിവറിനകത്ത് സ്റ്റോർ ചെയ്യാം. പക്ഷെ ഇത് ഒരു 5% 10%ലോട്ട് പോയി കഴിഞ്ഞാൽ, ഫാറ്റ് സ്റ്റോറേജിങ് കപ്പാസിറ്റി 5% to 10%ലോട്ട് പോയി കഴിഞ്ഞാൽ ലിവറിന്റെ വെയിറ്റ് കൂടുകയും ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുകയും ചെയ്യും. ലിവറിന് നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, അല്ലെ? ആ ഫങ്ഷൻസ് ഒന്നും പ്രോപ്പർ ആയിട്ട് ചെയ്യാതെ വരുമ്പോൾ അത് മറ്റു ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യുകയും അങ്ങനെ നമുക്ക് മറ്റ് അവയവങ്ങളും ഡാമേജിലോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇത് വളരെയധികം ശ്രദ്ധിക്കണമെന്ന്. ആൽക്കഹോളിക് പേഴ്സൺസിൽ ലിവർ സിറോസിസ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ് ഈ ലിവർ അസുഖത്തിന് രക്ഷപ്പെടാനുള്ള ഒരു വഴി. Then another disease is stroke. Stroke ഉണ്ടാകാൻ കാരണം rupture of blood vessels in the brain, block of blood flow. അപ്പൊ സ്ട്രോക്ക് എന്ന അസുഖം ഉണ്ടാകുന്നതിന് കാരണം ബ്രെയിനിലോട്ട് പോകുന്ന ബ്ലഡ് വെസൽസ് റപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടാകുകയും ആ ക്ലോട്ട് ചില ബ്ലഡ് വെസൽസിനെ തടയുകയും ബ്ലഡ് വെസൽസിലെ ബ്ലഡ് ഫ്ലോയിനെ തടയുകയും അതുവഴി എന്ത് സംഭവിക്കും? ബ്രെയിനിലെ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരികയും ബ്രെയിൻ സെൽ നശിച്ചു പോവുകയും ചെയ്യും. ഇവിടെ ഹെമറേജിക് സ്ട്രോക്ക് എന്ന് കാണിക്കുന്നുണ്ട്. അതാണ് ബ്ലഡ് വെസൽസ് ബ്രേക്ക് ചെയ്ത് ബ്ലഡ് ബ്ലീഡ് ചെയ്ത് അത് ബ്രെയിനകത്ത് ക്ലോട്ടായി. മനസ്സിലായല്ലോ? അപ്പോൾ ബ്ലഡ് ബ്രെയിനിലോട്ട് സപ്ലൈ ചെയ്യുന്ന ബ്ലഡിലെ ഓക്സിജന്റെ അളവ് കുറയും, ബ്രെയിൻ സെൽസ് ഡാമേജ് ചെയ്യുകയും ചെയ്യാം. മറ്റൊരു സാഹചര്യം ഫ്ലോ ഓഫ് ബ്ലഡ് ഈസ് ബ്ലോക്ക്ഡ്. ഇവിടെ നോക്കിയേ, ഒരു ബ്ലഡ് വെസൽസിൽ ഫാറ്റ് ഡെപ്പോസിഷൻ കൊണ്ട് അതിന്റെ വിഡ്ത്ത് കുറയുകയാണ്. ഇവിടെ വിഡ്ത്ത് കൂടുതലാണ്, ഇവിടെയും വിഡ്ത്ത് കൂടുതലാണ്. ഇവിടെ ഫാറ്റ് ഡെപ്പോസിഷൻ കൊണ്ട് എന്താണ്? വിഡ്ത്ത് കുറയുകയാണ്. അപ്പൊ വിഡ്ത്ത് കുറയുമ്പോൾ ഇതുവഴിയുള്ള ബ്ലഡ് ഫ്ലോ കുറയും. ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ ആവശ്യത്തിന് ഓക്സിജൻ എവിടെ കിട്ടില്ല? ബ്രെയിനിൽ കിട്ടാതെ വരികയും ബ്രെയിൻ സെൽ ഡാമേജ് ചെയ്യും, അത് പാരാലിസിസിലോട്ട് ലീഡ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായല്ലോ? നമ്മുടെ ഒരു ഭാഗം തളർന്നു പോകുന്ന അവസ്ഥയിലോട്ടൊക്കെ വരാം, മരണത്തിന് വരെ കാരണമായിട്ട് മാറാം. ഓക്കെ, ഇത്തരം സ്ട്രോക്ക് ഉണ്ടായിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ നോക്കിയ ഒന്ന് ട്രബിൾ ഇൻ സ്പീക്കിംഗ്. ഇവ സംസാരിക്കുന്നതിൽ ഇവർക്ക് പ്രോപ്പറായിട്ട് ഇവരുടെ ടങ് മസിൽസിനെ ബോഡിക്ക് ബ്രെയിനിന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഇവരുടെ സ്പീക്കിംഗ് പ്രോപ്പറായിട്ട് നടക്കില്ല. ബാക്കിയുള്ളവർ പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അല്ല, പാരാലിസിസ്, പക്ഷാഘാതം സംഭവിക്കാം. നംനെസ്, നമുക്ക് ചില ഭാഗങ്ങൾ എന്താണ് ഫേസ്, ആം, ലെഗ് തുടങ്ങിയങ്ങളിൽ ഒരു മരവിപ്പ് കാരണം സെൻസേഷൻ തിരിച്ചറിയാനായിട്ട് പറ്റില്ല. അതുപോലെ തലവേദന ഉണ്ടാകാം, നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, അല്ലെ? കാരണം ഇതെല്ലാം ഈ മസ്കുലാർ ആക്ടിവിറ്റി എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ആരാണ്? ബ്രെയിനാണ്.
അപ്പോൾ മസ്കുലർ ആക്ടിവിറ്റി കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, ബ്രെയിൻ സെൽസ് ഡാമേജ് ആകുമ്പോൾ മസ്കുലർ ആക്ടിവിറ്റി കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ഓക്കെ, another lifestyle disease is hypertension. It is caused due to the decrease in the diameter of arteries due to the deposition of fat. നമ്മുടെ ബ്ലഡ് വെസൽസിലെ ആർട്ടറീസിൽ ഫാറ്റ് ഡെപ്പോസിഷൻ വരുന്നത് വഴി ആർട്ടറീസിന്റെ ഡയാമീറ്റർ കുറയുകയും അതുമൂലം ബ്ലഡ് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാതെ വരുമ്പോൾ ബ്ലഡിനെ കൂടുതൽ എത്തിക്കാൻ വേണ്ടി ഹാർട്ട് കൂടുതൽ ബീറ്റ് ചെയ്യുകയും, അങ്ങനെ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് കൂടുതലാകുമ്പോൾ, ഹാർട്ട് കൂടുതൽ ബീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ബ്ലഡ് വെസൽസിലെ പ്രഷർ കൂടുകയും ചെയ്യും. ഇത് നോർമൽ ആർട്ടറിയാണ്, അതിന്റെ ഡയാമീറ്റർ കാണിക്കുന്നുണ്ട്. ഇതുവഴി ബ്ലഡിന് എന്താണ് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാനായിട്ട് പറ്റുന്നു. ഫാറ്റ് പതിയെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇവിടെ നോക്കിയാൽ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുകയും ബ്ലഡ് വെസൽസിന്റെ ഡയാമീറ്റർ കുറയുകയും, അങ്ങനെ ബോഡിയുടെ വിവിധ ഭാഗങ്ങളിൽ ബ്ലഡുകൾ കൊണ്ടുപോകുന്ന ആർട്ടറീസിന്റെ ഡയാമീറ്റർ കുറഞ്ഞാൽ അതുവഴി ഒഴുകുന്ന ബ്ലഡിന് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് അധികം ബ്ലഡ് വരുന്നു അല്ലെ, ഇവിടെ കുറച്ച് ബ്ലഡിനെ ഫ്ലോ ചെയ്യാൻ പറ്റുന്നു. അപ്പൊ എന്ത് ചെയ്യും, പ്രഷർ ഉണ്ടാവും. നമ്മള് പൈപ്പിലൊക്കെ ഓസ് വെച്ച് വെള്ളം അടിക്കുമ്പോഴേക്കും ആ ഓസിന്റെ മൗത്ത് പോർഷൻ അല്പ ഫിംഗർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അടച്ചു പിടിച്ചാൽ എന്ത് സംഭവിക്കും, വെള്ളം കൂടുതൽ സ്പീഡിൽ പമ്പ് ചെയ്യും. കാരണം എന്താണ്, അവിടെ പ്രഷർ കൂടി, ഒരുപാട് വെള്ളം ഒഴുകി വരുന്നു, പുറത്തേക്ക് പോകാനുള്ള സ്പേസ് കുറവാണ്. അപ്പൊ എന്ത് ചെയ്യും, പ്രഷർ കൂടിയും കൂടുതൽ പമ്പ് ചെയ്യും. അങ്ങനെ പ്രഷർ കൂടുന്നതിനാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയപ്പെടുന്നത്. അനദർ ഡിസീസ് ഹാർട്ട് അറ്റാക്ക്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്താണ്, ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്കിന് കാരണം എന്താണ്, ബ്ലോക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഇൻ ദ കൊറോണറി ആർട്ടറീസ് വിച്ച് ക്യാരി ബ്ലഡ് ടു ദ ഹാർട്ട്. അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു, ഹൈപ്പർ ടെൻഷൻ അല്ലെ. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആർട്ടറികളിലും ബ്ലഡ് ഡെപ്പോസിഷൻ ഉണ്ടാകുന്ന വഴി, ഏത് ആർട്ടറിയിലായാലും ബ്ലഡ് ഡെപ്പോസിഷൻ വഴി ഉണ്ടാകുന്ന വഴി ബ്ലഡ് പ്രഷർ കൂടുന്നതാണ്. ഇവിടെ പറയപ്പെടുന്നത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതിന് കാരണം ഹാർട്ടിന് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ആണ് കൊറോണറി ആർട്ടറി അല്ലെ. ആ കൊറോണറി ആർട്ടറിയിൽ ഫാറ്റ് ഡെപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ഹാർട്ട് മസിൽസിലെ ടിഷ്യൂസിന് ആവശ്യത്തിന് അല്ലെ, ആ സെൽസിന് ആവശ്യത്തിന് ഓക്സിജൻ ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യാൻ പറ്റാതെ വരും. ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ ഹാർട്ടിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഹാർട്ട് മസിൽ ഫെറ്റിക് ആയി പോകും. അതിനെയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ കൊറോണറി ആർട്ടറിയിലെ ഫാറ്റ് ഡെപ്പോസിഷൻ വഴി കൊറോണറി ആർട്ടറിയുടെ ഡയാമീറ്റർ കുറയുകയും അതുവഴി ഹാർട്ട് മസിൽസിന് ആവശ്യത്തിന് ഓക്സിജൻ ന്യൂട്രിയൻസ് കിട്ടാതെ വരുമ്പോൾ ഹാർട്ട് മസിൽ ഫെയിലൂർ ആകുന്നതാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റംസ് എന്നത് ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്നുണ്ട്, അത് മെയിലിലും ഫീമെയിലും ഉണ്ടാകുന്നു. ഷോർട്ട്നെസ് ഓഫ് ബ്രീത്തിങ് റേറ്റ് കുറയുന്നുണ്ട്, മെയിലിലും ഫീമെയിലും ഉണ്ടാകും. പിന്നെ എന്താണ് പറയപ്പെടുന്നത്, പെയിൻ ഓർ ഡിസ്കംഫർട്ട് ഇൻ ദ ജോ, നെക്ക്, ബാക്ക് ആം ഓർ ഷോൾഡർ. നമ്മുടെ കൈയുടെ ഈ ഭാഗത്ത് ഇങ്ങനെ പെയിൻ ഉണ്ടാകും, അത് മെയിലിലും ഫീമെയിലും ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഫീമെയിൽ ഉണ്ടാകുന്ന മറ്റൊരു സിംറ്റം ആണ്, അത് മെയിലിന് ഉണ്ടാകുന്നില്ല. എന്താണ്, ഫീലിംഗ് നൗഷ്യസ്, ലൈറ്റ് ഹെഡഡ് ഓർ യൂഷ്വലി ടയേർഡ്. തലക്കറക്കം ഉണ്ടാകും, ഛർദ്ദൽ ഉണ്ടാകാം, അതുപോലെ തന്നെ എന്ത് ചെയ്യും, തലവേദന ഉണ്ടാകാം, ക്ഷീണം ഉണ്ടാകാം. ഓക്കെ, ഇതൊക്കെ അതിന്റെ സിംറ്റം ആയിട്ട് കരുതുക. So in this video we discussed various lifestyle diseases such as diabetes, fatty liver, stroke, hypertension and heart attack. Okay, thank you. Then we are going to discuss about another topic, that is health problem associated with smoking. സിഗരറ്റ് വലിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നം. നമ്മൾ നേരത്തെ സ്ട്രോക്ക് പറഞ്ഞു അല്ലെ, ലൈഫ് സ്റ്റൈൽ ഡിസീസിന് ഒരു എക്സാമ്പിൾ ആയിട്ട് സ്ട്രോക്ക് പറഞ്ഞു. ഇവിടെ സ്മോക്കിംഗ് സ്ട്രോക്കിന് കാരണമായിട്ട് മാറുന്നുണ്ട്. ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് ഒന്ന് സ്ട്രോക്ക്. ദെൻ അഡിഷൻ ടു നിക്കോട്ടിൻ. ഈ നമ്മുടെ സിഗരറ്റിലെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് നിക്കോട്ടിൻ അല്ലെ. ഇത് ബ്രെയിനിൽ ക്രമേണ എത്തുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഈ നിക്കോട്ടിൻ ഇല്ലാതെ ബ്രെയിനിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെയാണ് പലരും സ്മോക്കിങ്ങിന് അഡിക്റ്റ് ആയി പോകുന്നത്. ഓക്കെ, അപ്പോൾ നിക്കോട്ടിൻ നമ്മുടെ ബ്ലഡിനകത്ത് ഒരു കമ്പോണന്റ് ആയിട്ട് മാറും. അപ്പൊ അത് പ്രോപ്പറായിട്ട് ബ്രെയിനിൽ എത്തിയില്ലെങ്കിൽ ബ്രെയിനിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ വരും. അതാണ് സ്മോക്ക് ചെയ്യുന്ന പലരും ഇതിന് അഡിക്റ്റ് ആയി മാറുന്നത്. അതുകൊണ്ട് സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക. ഒരിക്കലും പോലും നമ്മൾ സ്മോക്ക് ചെയ്യാനായിട്ട് പാടില്ല. നോക്കിയേ, സ്മോക്കിംഗ് ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ ലങ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ലങ് ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട്. ദെൻ ബ്രോങ്കറ്റിസ്, എംഫിസിമ. ബ്രോങ്കറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ ട്രക്കിയ ബ്രാഞ്ച് ചെയ്ത് ബ്രോങ്കയും
അല്ലെ? പ്രൈമറി ബ്രോങ്കെ, സെക്കൻഡറി ബ്രോങ്കെ, ടെറിഷറി ബ്രോങ്കെ, ബ്രോങ്ക്യൂൾസ് പോലുള്ള ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പം എയർ ക്യാരി ചെയ്യുന്ന ട്യൂബുകളാണ് ബ്രോങ്കി എന്നുള്ളത്. ഈ ബ്രോങ്കയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. സിഗരറ്റ് വലിക്കുന്നത് വഴി ബ്രോങ്കയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയും അത് വീർക്കുകയും എയർ ക്യാരിങ് കപ്പാസിറ്റി കുറഞ്ഞു പോവുകയും ചെയ്യുകയും അവസാനം നമുക്ക് പ്രോപ്പർ ബ്രീത്തിങ് ഉണ്ടെങ്കിൽ ഇവർക്ക് എപ്പോഴും കഫ് ചുമച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ കഫ് ചുമച്ച് ഇവര് തുപ്പുന്ന കഫം എന്ന് പറയപ്പെടുന്നത് ഒരു വല്ലാത്ത കളറിലുള്ള കഫമായിരിക്കും. മനസ്സിലായല്ലോ? അത് പഴുപ്പ് അടിഞ്ഞു കൂടുന്നതാണ്. അതുപോലെ എംഫസിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലങ്സിനകത്തുള്ള ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കപ്പെടുന്ന ആൽവിയോളെ, എയർ സാക്സ് അല്ലെ? ഈ എയർ സാക്കിന് ഡാമേജ് ചെയ്യുന്ന ഒരു ഡിസീസാണ് എംഫസിമ. എയർ സാക്കിന്റെ വലിപ്പം കൂടുകയും എണ്ണം കുറയുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ഉള്ള റെസ്പിറേറ്ററി ഏരിയ എന്ത് ചെയ്യും? കുറയും. ഈ എയർ സാക്കിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകും. അപ്പൊ പ്രോപ്പറായിട്ട് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് അവിടെ നടക്കില്ല. ഇനി ഹാർട്ടിനുണ്ടാകുന്ന പ്രശ്നം നോക്കിയാൽ നിങ്ങൾ സ്മോക്കിംഗ് വഴി ഹൈപ്പർ ടെൻഷൻ സ്മോക്കിംഗ് വഴി ഉണ്ടാകാം. ദെൻ ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ആർട്ടറീസ് ബ്ലഡിനെ പമ്പ് ചെയ്ത് പല ഭാഗത്തും കൊണ്ടെത്തിക്കണം അല്ലെ? ആ ആർട്ടറീസിന് ഒരു ഇലാസ്റ്റിക് നേച്ചർ ഉണ്ട്, എന്നാൽ മാത്രമേ ബ്ലഡ് പ്രോപ്പർ പ്രഷറിൽ പമ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ പ്രോപ്പർ ആയിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കില്ല. ദെൻ ഡിക്രീസ് ഇൻ ഫങ്ഷണൽ ഡെഫിഷ്യൻസി, ഹാർട്ടിന്റെ മസ്കുലാർ ഫങ്ഷന്റെ എഫക്റ്റീവ്നെസ് കുറയുകയും ചെയ്യും. അപ്പൊ സ്മോക്കിംഗ് വഴി ബ്രെയിൻ ഡാമേജ് ചെയ്യുന്നുണ്ട്, ലങ്സ് ഡാമേജ് ചെയ്യുന്നുണ്ട്, ഹാർട്ട് ഡാമേജ് ചെയ്യുന്നുണ്ട്. ഇത് മൂന്നും പ്രധാനപ്പെട്ട ഓർഗനാണ്. ഇത് മൂന്നും ഡാമേജ് ചെയ്താൽ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് സ്മോക്കിംഗ് എന്ന ഹാബിറ്റ് ഒരിക്കലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്താ പാടില്ല, ഒരിക്കലും അഡോപ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഒരിക്കലും സിഗരറ്റ് വലിക്കാനേ പാടില്ല. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മറ്റ് എഫക്ട്സ് ഓഫ് സ്മോക്കിംഗ്, മറ്റ് ബാഡ് എഫക്ട്സ് എന്ന് നമ്മുടെ ഐ ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. ഐയിലെ വൈറ്റ് പാർട്ട് യെല്ലോ കളറായിട്ട് മാറുന്നുണ്ട്. പിന്നെ നമുക്ക് സെൻസ് ഓഫ് സ്മെൽ ആൻഡ് ടേസ്റ്റ് കുറയുന്നതിന് കാരണമായിട്ട് മാറും. നമ്മുടെ പല്ലുകൾ മഞ്ഞ കളറായിട്ട് മാറുന്നുണ്ട്. ടൂത്ത് ഡീക്കേ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ബാഡ് ബ്രീത്ത്, നമ്മുടെ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര സ്മെല്ലായിരിക്കും അവിടെ നിശ്വാസവായുവിന് അല്ലെ? അതൊക്കെ പ്രശ്നങ്ങളായിട്ട് മാറും. ഈവൻ നോസിൽ ക്യാൻസർ വരെ ഉണ്ടാക്കുന്നു. ലിപ്പ്, ടങ്, മൗത്ത് തുടങ്ങിയ ഏരിയകളിലെ ക്യാൻസർ വരെ ഉണ്ടാകുന്നതിന് കാരണമായിട്ട് എന്ത് മാറുന്നുണ്ട്? സ്മോക്കിംഗ് മാറുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ബാഡ് ഹാബിറ്റ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, ഒരു പോസ്റ്റർ മേക്കിംഗ് പറയുന്നുണ്ട്. സാറ് 2 പോസ്റ്റർ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ പോസ്റ്റർ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് സാർ തന്നേ ഉള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. Hi dear students, we are moving to the end of the 4th chapter, that is keeping disease away. ഈ ലാസ്റ്റ് പാർട്ടിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാന്റ് ഡിസീസ് ആൻഡ് അനിമൽ ഡിസീസ് ആണ്. നമ്മൾ ഇതുവരെ എന്താണ് ഹ്യൂമൻ ബീങ്സിൽ ഉണ്ടാകുന്ന ഡിസീസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? പലതരത്തിലുള്ള പാത്തജൻ കോസ് ചെയ്യുന്ന ഡിസീസും നോൺ പാത്തജനിക് ഡിസീസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? പാത്തജനിക് ഡിസീസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഓക്കെ, ലെറ്റ്സ് സീ. Let's discuss various animal and plant diseases. Okay, first of all, we are going to discuss animal diseases. Here 2 animal diseases are given, that is anthrax, inflammation of udder. ഇത് ആന്ത്രാക്സ് ഒരു അസുഖമാണ്, ഇൻഫ്ലമേഷൻ ഓഫ് അഡർ മറ്റൊരു അസുഖമാണ് അല്ലെ? ഇത് കാറ്റിൽസിന് ഉണ്ടാകുന്ന അസുഖമാണ്. പാത്തോജൻ ആരാണ്? ബാക്ടീരിയ എന്ന് പറയപ്പെടുന്ന പാത്തോജൻ കാറ്റിൽസിന് ഉണ്ടാകുന്ന ഡിസീസാണ് ആന്ത്രാക്സും ഇൻഫ്ലമേഷൻ ഓഫ് അഡർ എന്ന് പറയപ്പെടുന്നത്. ദെൻ ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസസ് കാറ്റിൽസിന് വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസാണ്. വൈറൽ ഡിസീസാണ് ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസസ്. ഇൻഫ്ലമേഷൻ ഓഫ് അഡർ ആൻഡ് ആന്ത്രാക്സ് ആർ ബാക്ടീരിയൽ ഡിസീസസ്. ഓക്കെ, ആന്ത്രാക്സ് കാറ്റിൽസിനെയാണ് നമ്മൾ അഫക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാറ്റിൽസിന് മരണം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ട്രംബ്ലിങ്, ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നു, ഹൈ ടെമ്പറേച്ചർ, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. അപ്പൊ ആന്ത്രാക്സ് എവിടെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ലങ്സിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ്, ഇതിന് ഷോർട്ട് ഫോം ആയിട്ട് FMD എന്ന് പറയുന്ന ഹൈലി
കണ്ടാജിയസ് വൈറൽ ഡിസീസ് ഓഫ് ലൈഫ് സ്റ്റോക്ക് അല്ലെ. ലൈഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ആരെയാണ്? കാറ്റിൽസിനെ തന്നെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. കാറ്റിൽ റിയറിംഗ് ആണ് ലൈഫ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ആ കാറ്റിൽസിനെ അഫക്ട് ചെയ്യുന്ന ഒരു വൈറൽ ഡിസീസ് ആണ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്. അതിന്റെ സിംറ്റംസ് എന്നാണ് ഫീവർ, പനി ഉണ്ടാവും, ബ്ലിസ്റ്റേഴ്സ് ലൈക്ക് സോഴ്സ് ഓൺ ദ ടങ് ആൻഡ് ലിപ്സ് ഇൻ ദ മൗത്ത്, ഓൺ ദ ടീത്സ് ആൻഡ് ബിറ്റ്വീൻ ദ ഹൂസ്. ഹൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കുളമ്പിനിടയിലാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. അതിനാണ് ഫുഡ് ഡിസീസ് എന്ന് പറയാനായിട്ടാണ്. പിന്നെ കൂടാതെ ടങ്കിലും ലിപ്സിലും മൗത്തിലൊക്കെ എന്തെങ്കിലും ബ്ലിസ്റ്റേഴ്സ് ചുവന്ന് തടിച്ച് പൊങ്ങിയിരിക്കുന്ന ഒരു സിംറ്റംസ് അപ്പിയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ് എന്ന് പറയപ്പെടുന്നത്. ഇത് രണ്ടും എന്താണ്? അപ്പൊ 3 ആന്ത്രാസ്, ഇൻഫ്ലമേഷൻ ഇൻ ആഡർ, ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, ഇതെല്ലാം കാറ്റിൽസിനെ അഫക്ട് ചെയ്യുന്ന ഡിസീസസ് ആണ്. ദെൻ പ്ലാന്റ് ഡിസീസസ്. പ്ലാന്റ് ഡിസീസ് ബാക്ടീരിയൽ ഡിസീസ്, എക്സാമ്പിൾ ബ്ലൈറ്റ് ഡിസീസസ് ഇൻ പാഡി, വിൽ ഡിസീസ് ഇൻ ബ്രിഞ്ചാൾ. ഓക്കെ, ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഡിസീസ് ആണ് ബ്ലൈറ്റ് ഡിസീസ്. ഏത് പ്ലാന്റിനാണ് അഫക്ട് ചെയ്യുന്നത്? പാഡി പ്ലാന്റിന്. വിൽ ഡിസീസ് ഏതിനാണ് അഫക്ട് ചെയ്യുന്നത്? ബ്രിഞ്ചോൾ പ്ലാന്റ്. ദെൻ വൈറൽ ഡിസീസ്, വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസ് മൊസൈക് ഡിസീസ് ഇൻ പീസ്, ടപ്പിയോക്ക ആൻഡ് ബഞ്ചി ടോപ്പ് ഓഫ് ബനാന. പീ പ്ലാന്റിൽ ഉണ്ടാക്കുന്ന മൊസൈക് ഡിസീസ്, ടപ്പിയോക്ക പ്ലാന്റിൽ ഉണ്ടാക്കുന്ന മൊസൈക് ഡിസീസ്, ദെൻ ബനാന പ്ലാന്റിൽ ഉണ്ടാക്കുന്ന ബഞ്ചി ടോപ്പ് ഓഫ് ബനാന, എല്ലാം വൈറൽ ഡിസീസ് ആണ്. ദെൻ തേർഡ് വൺ ഈസ് ഫംഗൽ ഡിസീസ്. ഫംഗസ് ഉണ്ടാക്കുന്ന ഡിസീസ് ആണ് ക്വിക്ക് വിൽറ്റ്. ഏത് പ്ലാന്റിലാണ്? ഇൻ പെപ്പർ. പെപ്പറിൽ ഫംഗൽ ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു ഫംഗൽ ഡിസീസ് ആണ് ക്വിക്ക് വിൽറ്റ്. ദെൻ കോക്കനട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഡിസീസ് ആണ് ബഡ് റോട്ട്. ബഡ് റോട്ട് ഓഫ് ഫംഗൽ ഡിസീസ് ആണ്. ഏത് പ്ലാന്റിനെയാണ് അത് ഇൻഫെക്ട് ചെയ്യുന്നത്? കോക്കനട്ടിനെയാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് പ്ലാന്റ് ഡിസീസും അനിമൽ ഡിസീസിനകത്ത് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, താങ്ക് യു.